ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ, ഇന്നലെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിൻ്റെ 5 MLA മാർ മുഖ്യമന്ത്രിക്കൊപ്പം സമരത്തിൽ, അതിൻ്റെ പടം പങ്കുവെച്ചുകൊണ്ട് തുടരുമെന്ന് രാവിലെ പറഞ്ഞാൽ, പത്രസമ്മേളനം നടത്തി വളരെ രോഷത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഈ വ്യാജ വാർത്തയ്ക്ക് വസ്തുതയുണ്ടോ, അടിത്തറയുണ്ടോ? എന്തെല്ലാം നുണയാണ് കനകൂലം ഉണ്ടാക്കുന്നത്? സോണിയാഗാന്ധി ചർച്ച നടത്തി. സോണിയാഗാന്ധി ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയായിട്ട് ചർച്ച നടത്തിയതിൻ്റെ കേട് തീർന്നിട്ടില്ല. പിന്നെ ജോസ് കെ മാണിയെപ്പോലുള്ള മാന്യതയുള്ള രാഷ്ട്രീയമുള്ളവരാരെങ്കിലും ഈ ഇത്തരം ചർച്ചയ്ക്ക് പോവുമോ? ആദ്യം അതൊന്ന് വ്യക്തമാക്കുക കോൺഗ്രസ്. എന്തെല്ലാം ആളുകളാണ് വാർത്തകളാണ് നിർമ്മിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയ കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഞങ്ങളിന്ന് പകൽ സംസാരിച്ചു. ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നിർദ്ദേശിച്ചനുസരിച്ച് എന്നെക്കുറിച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു. പിന്നെ ജോസ് കെ മാണി വിചാരിച്ചില്ല ഇത്രയും കെട്ട വാർത്തകൾ ഈ കനകോലം ഉണ്ടാക്കുമെന്ന്, കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന്. സോണിയാഗാന്ധിയുടെ പേരൂടെ വെച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? സോണിയാഗാന്ധി ഇടപെട്ടു എന്ന് അവസാനം അവിടുന്ന് തന്നെ നിഷേധിക്കേണ്ടി വന്നില്ലേ? എന്താ സത്യത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാടെന്താ? ഞാനിപ്പോൾ വേറൊരു ചർച്ചയാണ് വരുന്നത്. അവർ പറയേണ്ടത് അങ്ങോട്ട് ചർച്ചയെ നടക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാ ഈ കളി?